ഇർഫാന ഷെറിൻ്റെ വീട്ടിൽ നിന്നുള്ള ഹൃദയഭേദകമായിട്ടുള്ള രംഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അവളെ അവസാനമായിട്ട് ഒരു നോക്ക് കാണാൻ അവിടെ ആളുകൾ ഒഴുകിയെത്തുകയാണ്. ദൂരദേശങ്ങളിൽ നിന്ന് പോലും അവിടെ ആളുകൾ എത്തുന്നുണ്ട്. പ്രാർത്ഥന അവിടെ ഉയർന്നു കേൾക്കുന്നുണ്ട്. അവളെ യാത്രയാക്കാനുള്ള അവസാനവട്ട ഒരുക്കങ്ങളാണ് അവിടെ നടക്കുന്നത്. അവൾ ഈ വീട്ടിൽ ഇന്നലെ ഉണ്ടായിരുന്നു. ഇന്നലെ രാവിലെ പടിയിറങ്ങിപ്പോയതാണ് പരീക്ഷയ്ക്ക് വേണ്ടിയിട്ട്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഒക്കെ ഉണ്ടായിരുന്ന കുഞ്ഞു മക്കളായിരുന്നു. അതിൽ ഒരാളായിരുന്നു ഇർഫാനയുടെ സുഹൃത്തുക്കളായ ആയിഷ, നിദ ഫാത്തിമ, റിദ ഫാത്തിമ. ഈ 4 പേരും അവർ ഒരുമിച്ച് അങ്ങനെ മണ്ണിലേക്ക് മടങ്ങുകയാണ്. വല്ലാത്ത ഒരു ഹൃദയം നുറുങ്ങുന്ന വേദനയോടെയാണ് അവർ ഓരോരുത്തരെയും എല്ലാവരും യാത്രയാക്കാനായിട്ട് എത്തി നിൽക്കുന്നതാണ്. ഇർഫാനയുടെ വീട്ടിൽ അവൾ ഇന്നലെ വരെ കളിച്ച് ചിരിച്ച് സന്തോഷത്തോടെ സമാധാനത്തോടെ സുരക്ഷിതമായി കിടന്നുറങ്ങിയ വീടാണ്. ആ വീട്ടിൽ നിന്ന് ഇന്നലെ രാവിലെ പരീക്ഷയ്ക്ക് വേണ്ടി പോയതാണ്. തിരിച്ച് ആ വീട്ടിലേക്കുള്ള ആ മടക്കത്തിലേക്ക് പിന്നെ അവൾ വീട്ടിലേക്ക് എത്തുന്നത് ജീവനറ്റ ശരീരവുമായാണ്. വല്ലാത്തൊരു വേദന പുതഞ്ഞു നിൽക്കുകയാണിപ്പോൾ കരിമ്പയിൽ. 4 കുഞ്ഞുങ്ങൾ, 4 സ്വപ്നങ്ങൾ, 4 പ്രതീക്ഷകൾ, അതാണിപ്പോൾ നഷ്ടമായിരിക്കുന്നത്. വലിയ ഒരു വേദന ഈ വേർപാട് ഉണ്ടാക്കുന്നുണ്ട്. അതൊരു വലിയ വേദനയായിട്ട് ഒരുപാട് കാലം ആ കരിമ്പയിൽ അങ്ങനെ പുതഞ്ഞു നിൽക്കും എന്നുള്ളതും ഉറപ്പാണ്. വലിയ തോതിലുള്ള വിരഹം അതിപ്പോൾ കേരളത്തിൽ ഏത് ഭാഗത്തുള്ള ഏതൊരു മലയാളിക്കും ആ വേദന അനുഭവിക്കാൻ കഴിയുന്നുണ്ട്. ഇത് കരിമ്പയുടെ മാത്രം നഷ്ടമല്ല, ഈ കുഞ്ഞുങ്ങൾ നമ്മുടെ കൂടി നഷ്ടമാവുകയാണ്. വലിയ തോതിലുള്ള ഒരു ജനസഞ്ചയം രാവിലെ മുതൽ തന്നെ ആ കരിമ്പയിലേക്ക് എത്തിയിരുന്നു. ഇന്നലെ ജില്ലാ ആശുപത്രിയിലേക്ക് പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാകും വരെ അവർ കണ്ണിൽ എണ്ണയൊഴിച്ച് കാത്തിരുന്നു. ഇന്നിപ്പോൾ ആ ജീവനറ്റ 4 മൃതദേഹങ്ങളും ഇപ്പോൾ 4 കുഞ്ഞുങ്ങളും വീടുകളിലേക്ക് മടങ്ങിയെത്തിയിരിക്കുകയാണ്. അവരുടെ അച്ഛനമ്മമാരെ കാണുന്നില്ല, പ്രിയപ്പെട്ടവരെ കാണുന്നില്ല, സഹോദരങ്ങളെ കാണുന്നില്ല, ആരെയും കാണുന്നില്ല. പക്ഷേ എല്ലാവരും അവരെ കാണുന്നു ജീവനറ്റ ദേഹങ്ങളുമായി. ഇപ്പോൾ അരുൺ ശങ്കർ കൂടി ചേരുന്നുണ്ട്. അരുൺ, വലിയ തോതിലുള്ള വിലാപങ്ങൾ, അതുപോലെ തന്നെ വേദനകൾ. ഇനിയിപ്പോൾ അന്ത്യയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള ഒരുക്കത്തിലാണ് ഈ 4 കുഞ്ഞുമക്കളുടെയും. അതെ, 4 പേരും അന്ത്യയാത്രയ്ക്ക് വേണ്ടിയിട്ടുള്ള തരത്തിലാണ്. എല്ലാ 4 വീടുകളിലേക്കും മൃതദേഹങ്ങൾ എത്തിച്ചു കഴിഞ്ഞിരിക്കുകയാണ്. സങ്കടം കളം കെട്ടി നിൽക്കുന്ന അന്തരീക്ഷം. കാരണം ഒരു ഗ്രാമത്തിൻ്റെ മുഴുവൻ വേദനയായി മാറിയിരിക്കുകയാണ്. ഒരു ഗ്രാമത്തിൻ്റെ, നാടിൻ്റെ, കേരളത്തിൻ്റെ വേദനയായി മാറിയിരിക്കുകയാണ് ഈ 4 കുഞ്ഞുങ്ങളും. ഇന്നലെ വരെ നമുക്ക് ഈ കുഞ്ഞുങ്ങളെ അറിയില്ലായിരുന്നു, അപരിചിതമായിരുന്നവരൊക്കെ. പക്ഷേ ഇന്നിവർ ഈ 4 കുട്ടികളും നമ്മളുടെ ആരൊക്കെയോ ആയി മാറുകയാണ്. കാരണം അവരുടെ വേദന, ഈ വീടുകളുടെ വേദന നമ്മുടെയും വേദനയായി മാറുകയാണ്. ആ കുഞ്ഞുങ്ങളുടെ ജീവനറ്റ ശരീരം വീടുകളിലേക്ക് എത്തിച്ചിരിക്കാൻ ഇന്നലെ വളരെ സന്തോഷത്തോടു കൂടി ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയതാണ് ഇർഫാന ഷെറി. പരീക്ഷയ്ക്ക് വേണ്ടി സ്കൂളിലേക്ക് പോയിരുന്നു. അങ്ങനെ പരീക്ഷയ്ക്ക് ശേഷം ഡോക്ടറെ കാണിക്കാൻ വേണ്ടിയിട്ട് ഉമ്മ സ്കൂളിൻ്റെ അടുത്തേക്ക് പോയി. അവിടെ നിന്ന് ഇർഫാനെയും കൂട്ടി ഡോക്ടറെ അടുത്ത് പോകാനായിട്ട് ചെന്നതാണ്. പക്ഷേ ആ അമ്മയുടെ മുന്നിലാണ് മകളുടെ ജീവൻ പൊരിഞ്ഞത്. നിദ ഫാത്തിമയുടെ പിതാവ് ഈ വേദന, മകളുടെ വേർപാട് താങ്ങാനാകാതെ അദ്ദേഹത്തെ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട് ചുറ്റുമുള്ളവരും. പക്ഷേ എങ്ങനെ സാധിക്കാനാണ്? നിദ ഫാത്തിമയുടെ പിതാവാണ്. മകളുടെ വിയോഗം അത് അദ്ദേഹത്തെ പൂർണ്ണമായും തളർത്തിയിരിക്കുന്നു. അദ്ദേഹം മകൾ ഇനി ഇല്ല, അവൾ ജീവനോടെ ഇല്ല എന്നുള്ള യാഥാർത്ഥ്യം ഉൾക്കൊള്ളാൻ കഴിയാതെ തളർന്നു പോയിരിക്കുകയാണ്. വല്ലാത്തൊരു വേദന. ഇന്നലെ മുതൽ ഹൃദയം പിടയുന്ന വേദനയായിരുന്നു. മകൾ ജീവനോടെ ഉണ്ടാകണം എന്ന് പലവരും ആവർത്തിച്ച് പ്രാർത്ഥിച്ചിട്ടുണ്ടാകും. പക്ഷേ യാഥാർത്ഥ്യം ഉൾക്കൊള്ളാതെ നിർവാഹമില്ല. പക്ഷേ അദ്ദേഹം മകളുടെ നിദ ഫാത്തിമയുടെ ചേതനയറ്റ ദേഹം കണ്ട വഴിക്ക് തളർന്നു വീഴുകയാണ്. ചുറ്റുമുള്ളവർ ആശ്വസിപ്പിക്കാൻ ശ്രമിക്കുന്നുണ്ട്, കണ്ണീര് തുടയ്ക്കാൻ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ ആരുടെ ഒരു ശ്രമവും ഫലിക്കാത്ത രീതിയിൽ അദ്ദേഹം വീണ്ടും ഏങ്ങലടിച്ച് കരയുകയാണ്. മകൾ ഇനി ഇല്ല. ഇന്നലെ വരെ ആ വീട്ടുമുറ്റത്ത് പുഞ്ചിരിച്ച് സന്തോഷത്തോടെ തുള്ളിച്ചാടിയിരുന്ന മകളാണ്. ഒരുപാട് സ്വപ്നങ്ങളും പ്രതീക്ഷകളും ഉണ്ടായിരുന്ന മകളാണ്. അവൾ ചേതനയറ്റ ദേഹമായിട്ട് വീട്ടിലെത്തി. ഇനി അവളെ 2 മണിക്കൂർ നേരത്തേക്ക് മാത്രമേ അവൾ ആ വീട്ടിലുണ്ടാവുകയുള്ളൂ. ഇനി അവളുടെ മുഖം കാണില്ല. ആ നൊമ്പരം, ആ യാഥാർത്ഥ്യം അത് ഉൾക്കൊള്ളാൻ കഴിയാതെ അദ്ദേഹം ആ വേദന, സങ്കടം അത് നെഞ്ചിൽ അടക്കിപ്പിടിച്ച് ഇത്ര സമയം നിന്നു. പക്ഷേ അവളുടെ ചേതനയറ്റ ദേഹം എത്തിയപ്പോൾ ആ നിയന്ത്രണം സകലതും തെറ്റിപ്പോവുകയാണ്. വലിയ തോതിലുള്ള സങ്കട കാഴ്ച. ഈ കണ്ണീര്, ഈ പിതാവിൻ്റെ കണ്ണീര്, നിദ ഫാത്തിമയുടെ പിതാവിൻ്റെ കണ്ണീര് നമ്മുടെ കൂടി കണ്ണീരാവുകയാണ്.
വലിയ തോതിലുള്ള രോഷം നമ്മൾ കണ്ടിരുന്നു. അനാസ്ഥയ്ക്കിരയായി പിഞ്ചു മകൾ മരണപ്പെട്ടു പോകുന്ന വേദന, അത് ആ കുഞ്ഞു മക്കളുടെ രക്ഷിതാക്കളുടെ മാത്രം വേദനയല്ല, നമ്മുടെ കൂടി വേദനയാണ്. നമ്മുടെ ഈ സംവിധാനത്തിൻ്റെ ഒരു തകർച്ചയുടെ, പാളിച്ചയുടെ, അനാസ്ഥയുടെ ഇരകളായിട്ടാണ് ഈ 4 മക്കൾ, 4 പ്രതീക്ഷകളായിരുന്നു. അവരാണ് മണ്ണിനോട് ചേർന്ന് വിട പറയാൻ കാത്തു നിൽക്കുന്നത്. ഒരിക്കലും ഈ രീതിയിൽ ഇനിയൊന്ന് ഉണ്ടാകരുത് എന്നൊക്കെ എത്ര ആഗ്രഹിച്ചാലും വീണ്ടും വീണ്ടും ഈ അപകട വാർത്തകൾ, അനാസ്ഥയ്ക്കിരയായിട്ടുള്ള അപകട വാർത്തകൾ, അമിത വേഗം മൂലമുണ്ടാകുന്ന അപകട വാർത്തകളൊക്കെ നമ്മൾ കാണുകയാണ്. നെഞ്ചു പൊട്ടുന്ന ഹൃദയവേദനയോട് കൂടിയാണ് അവിടെ ഓരോരുത്തരും ഈ കുഞ്ഞു മക്കളെ കാണാൻ വേണ്ടി എത്തുന്നത്. നമ്മൾ നേരത്തെ നിദ ഫാത്തിമയുടെ പിതാവിൻ്റെ രംഗങ്ങൾ കണ്ടു. ഇതുപോലെ ഈ 4 മക്കളുടെയും രക്ഷിതാക്കൾ, അമ്മമാർ, അച്ഛന്മാർ, അവരൊക്കെ വലിയ തോതിലുള്ള വേദന ഉള്ളിൽ അടക്കി പിടിച്ച്, അത് ഏത് സമയത്താണ് അത് പുറത്തേക്ക് വരിക എന്നുള്ളത് പറയാൻ കഴിയില്ല. തളർന്നു പോയവരുണ്ടായി. ഇപ്പോൾ ഈ